വാപ്പ ചോദിച്ചു, എന്താണ് മോനെ സംഭവിച്ചത്? ഉടനെ പറഞ്ഞു, ഞാൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ ആ പെണ്ണെന്റെ വിളിക്ക് ഒരിക്കലും ഉത്തരം ചെയ്തിട്ടില്ല. ഞാൻ പക്ഷേ എങ്ങനെയോ ഒരു പൈശാചിക സ്വാധീനം കൊണ്ട് ആ വീട്ടിന്റെ പടിക്കലേക്ക് കയറിയപ്പോൾ ഒരായത്തോർമ്മ വന്നു. അതേതായത്താണ് മോനെ? അതേ ആയത്ത് വീണ്ടും മോദി മഹാനവറുകൾ ഓതിയ അതേ ആയത്ത് വീണ്ടും മോദിയപ്പോൾ അതേ ബോധരഹിതനായി വീണ്ടും വീണുപോയി. ഫഹറക്കൂഹു, അവിടെയുള്ള ഒരു കുലിക്ക് വിളിച്ചു. ഫൈദാ ഹുവ മയ്യിത്തുൻ, അപ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇമാം ഇബ്നു അസാക്കിർ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, അങ്ങനെ അദ്ദേഹത്തെ രാത്രിയിൽ തന്നെ മറമാടി. ഈ വിഷയം രാവിലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? എന്തേ ഈ വിഷയം പറയാതിരുന്നത്? യാ അമീറൽ മുഅ്മിനീൻ, കാന ലൈലൻ, രാത്രിയായിരുന്നത് കൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഫദ്ഹബൂ ബിനാ ഇലാ ഖബരിഹി, എന്നാൽ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നപ്പോൾ, യാ ഫുലാൻ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് പേടിച്ച് റബ്ബിനെ ഭയക്കുന്നവർക്ക് ഇരട്ട സ്വർഗമുണ്ട് എന്ന ആയത്ത് ഖബറാളിയെ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പാരായണം ചെയ്തപ്പോൾ ഫജാബഹുൽ ഫതാ മിൻ ദാഖിലിൽ ഖബരി, ഖബറിന്റെ ഉള്ളിൽ നിന്ന് യുവാവ് വിളിച്ചു പറഞ്ഞു, ഖദ് അഅതാനിഹുമുല്ലാഹു റബ്ബി, അല്ലാഹു തആല എനിക്കത് തന്നു കഴിഞ്ഞു ഉമർ എന്നവരെ. ഞാൻ ആ സന്തോഷത്തിന്റെ സ്വർഗീയമായ ഖബറിലാണ് കിടക്കുന്നത് എന്ന് തിരിച്ചു വിളിച്ചു പറഞ്ഞുവെങ്കിൽ നമ്മുടെ യഥാർത്ഥ ജീവിതം നാളെയാണ്. ഇവിടുത്തെ സ്വർഗത്തിലേക്ക് പോയാൽ നാളത്തെ സ്വർഗം നഷ്ടമാകും. ഇവിടുത്തെ സ്വർഗം 4 നാളത്തതാണ്. അവിടുത്തെ സ്വർഗം അനന്തമാണ്. ഇവിടുത്തെ ലഹരിയിലേക്ക് പോയാൽ നാളത്തെ ലഹരി നഷ്ടപ്പെട്ടു പോകും. ഇവിടുത്തെ ലഹരി ബുദ്ധിഭ്രമമുണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ലഹരി മാരകമാണ്. അവിടുത്തെ ലഹരി ആസ്വാദനമാണ്. ഇവിടുത്തെ കൊട്ടാരത്തിന് വേണ്ടി മതം മറന്ന് മൂല്യം മറന്നാൽ എല്ലാം നഷ്ടമായി പോകും. അല്ലാഹു ജല്ല ജലാലു നമ്മയൊക്കെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഓ ചെറുപ്പക്കാരെ, ഇ കെ ഹസൻ ഉസ്താദ് അവറുകൾ നമ്മളെ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രസ്ഥാനമുണ്ട്. അത് SYS ആണ്. താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ നേതൃത്വം കൊടുത്ത സമസ്തയാണ്. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ സാരഥ്യം വഹിക്കുന്ന പ്രസ്ഥാനമാണ്.